ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതായത് +2 ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്ററായ ഓർഗനൈസിങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ, അതിൻ്റെ മീനിങ്, സ്റ്റെപ്സ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു പാർട്ട് നമുക്ക് നോക്കാം. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് എൻ ഔട്ട്കം ഓഫ് ഓർഗനൈസിംഗ് പ്രോസസ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസിംഗ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഈ ഓർഗനൈസിംഗ് പ്രോസസ്സിൻ്റെ ഔട്ട്കമാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്ട്രക്ചർ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. അതുപോലെ ആ ഒരു സ്ട്രക്ചർ ഒരു ഓർഗനൈസേഷനിൽ വേണം, അതിൻ്റെ ആവശ്യകത ഉണ്ടാവുന്നത് അതിൻ്റെ സൈസിൽ ഇൻക്രീസ് ഉണ്ടാവുമ്പോഴാണ്. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രക്ചറൽ ഹൈറാർക്കീസിൽ ഇൻക്രീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചധികം ഫങ്ഷൻസ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. ഒരു മാനേജീരിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫ്രെയിം വർക്കിനുള്ളിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പീപ്പിൾ, വർക്ക്, റിസോഴ്സസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. ആ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരും. അത് ആ ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യാനായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ എടുക്കാൻ, ഫുഡ് കൊടുക്കാൻ, അതുപോലെ തന്നെ ക്യാഷ് വാങ്ങാനൊക്കെ ആൾക്കാരെ വേണ്ടി വരും. ഈ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് സ്പെസിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനും വേണ്ടി ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ മെയിനായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് ഫങ്ഷണൽ സ്ട്രക്ചറും രണ്ടാമത്തേത് ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഒരു ഓർഗനൈസേഷൻ്റെ നേച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ സെലക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നാണ് നമുക്ക് നോക്കാം. അതായത് ഒരു ഓർഗനൈസേഷനിൽ സിമിലർ നേച്ചറുള്ള ജോബ്സ് ഉണ്ടാവും. ഈ സിമിലർ നേച്ചറുള്ള ജോബ്സിനൊക്കെ ഒരു ഫംഗ്ഷൻ്റെ കീഴിലേക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതിന് ആ ഫംഗ്ഷൻ്റെ ബേസിൽ ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റായിട്ട് മാറ്റുക. ഇങ്ങനെയാണ് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കോർഡിനേറ്റ് ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കോർഡിനേറ്റിംഗ് ഹെഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ ഇവിടെ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പർച്ചേസിങ്. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ 4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ്റെ ബേസിൽ ഓരോന്നായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായി ഡിവൈഡ് ചെയ്തു. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും പിന്നെയും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓരോ ഫങ്ഷൻസിൻ്റെ ബേസിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചറിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിലാദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജസിൽ ആദ്യം പറയുന്നത് ഒക്കുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത് വഴി ഓരോ ഫങ്ഷൻസിനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു ഒക്കുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അവർ ആ വർക്ക് മാത്രം ചെയ്യുന്നതുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് സിമിലർ വർക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു കോർഡിനേഷനും കൺട്രോളും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത് പറയുന്നത് മാനേജറിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നാലാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ്, ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഓരോ ഫംഗ്ഷനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിനാവശ്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും.
ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇനി ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അവർ ആ ഒബ്ജക്റ്റീവിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ മൊത്തത്തിനുള്ള ഒരു ഒബ്ജക്റ്റീവിന് അവർ ലെസ് ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കൂ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, ഈ ഒരു ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യും. ആ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കോർഡിനേഷൻ പ്രോബ്ലം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത. അതായത് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾ പരസ്പരം ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് പറയുന്നത്, ഈ ഒരു ഓർഗനൈസേഷനിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കില്ലോ നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ഇൻഫ്ലെക്സിബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡിവിഷണൽ ഹെഡിന് ടോപ്പ് മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കുള്ള ട്രെയിനിങ് ഒന്നും കിട്ടില്ല. അവർക്ക് ഡൈവേഴ്സ് ഏരിയാസിലുള്ള ആ ഒരു നോളജോ എക്സ്പീരിയൻസോ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരു സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ് ഡിവിഷൻസ് ഉണ്ടാവും. അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ബേസിൽ ഓരോ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഓരോ ഡിവിഷൻസിനും ഡിവിഷണൽ ഹെഡ്സ് ഉണ്ടാവും. അതിന് കീഴിൽ കുറച്ച് ഫങ്ഷൻസും കൂടി ഉണ്ടാവും. ഈ ഓരോ ഡിവിഷൻസും മൾട്ടി ഫങ്ഷണൽ ആയിരിക്കും. അതായത് അവർ ഒരു ഡിവിഷൻ്റെ കീഴിൽ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഫങ്ഷൻസിൻ്റെ ബേസിലും ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ ഒരു ഡിവിഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ മാനേജിങ് ഡയറക്ടർ ഉണ്ട്. അതിൻ്റെ കീഴിൽ കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ്, ഫുഡ് വെയർ, സ്കിൻ കെയർ പറഞ്ഞിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ പ്രോഡക്റ്റിൻ്റെ ബേസിൽ ഓരോ ഡിവിഷൻസ് ആണ് കാണിക്കുന്നത്. ഈ ഗാർമെൻറ്റ്സിൻ്റെ കീഴിൽ 4 ഫങ്ഷൻസ് ആണ്: ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, പർച്ചേസിങ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൽ ഈ ഗാർമെൻറ്റ്സിൻ്റെ കീഴിൽ ഓരോ ഫങ്ഷൻസ് വരുന്നത് പോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ആയാലും ഫുഡ് വെയറിൻ്റെ ആയാലും ഈ ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ ഒരു ഡിവിഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ബേസിൽ ഓരോ ഡിവിഷൻസ് ഉണ്ടാക്കി അതിൻ്റെ കീഴിലും ഫങ്ഷൻസും അതുപോലെ തന്നെ ആ ഫങ്ഷനെ പിന്നെയും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിവിഷണൽ സ്ട്രക്ചറിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് പറയുന്നത്, ഈ ഒരു ഡിവിഷണൽ ഹെഡിന് വെറൈറ്റി ഓഫ് സ്കിൽസ് ഉണ്ടാവും. അതായത് ഇവരൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കീഴിൽ കുറച്ച് ഫങ്ഷൻസ് വരുന്നുണ്ട്. ആ ഓരോ ഫങ്ഷൻസിനെ കുറിച്ചുള്ള നോളജും എക്സ്പീരിയൻസും ഈ ഒരു ഡിവിഷണൽ ഹെഡിനുണ്ടാവും. അതുവഴി അയാൾക്ക് ഹയർ പോസ്റ്റിലേക്കുള്ള ഒരു ട്രെയിനിങ്ങും ആ ഒരു എക്സ്പീരിയൻസും ആയിരിക്കും കിട്ടുക. രണ്ടാമത് പറയുന്നത്, ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റും അതിൻ്റെ റവന്യൂ കോസ്റ്റും എന്താണ് ഡിവിഷണൽ ഹെഡാണ് അസൈൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ അവരുടെ പെർഫോമൻസ് എത്രത്തോളാണെന്ന് മെഷർ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓട്ടോണമസ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും അത് നടപ്പിലാക്കാനും സാധിക്കും. അങ്ങനെ അതിൽ ഫ്ലെക്സിബിലിറ്റിയും ഇനീഷ്യേറ്റീവും പ്രൊമോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്, ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതായത് മറ്റുള്ള ഡിവിഷനെ ഇൻറ്ററപ്റ്റ് ചെയ്യാണ്ട് തന്നെ പുതിയൊരു ഡിവിഷൻ ആഡ് ചെയ്യാൻ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഇനി അടുത്തതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഉപയോഗിച്ചെന്ന് വരാം. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. രണ്ടാമത് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് കുറേ ഫങ്ഷൻസ് വരുന്നത്. അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നേരത്തെ കാണിച്ച ചാർട്ടിൽ ഗാർമെൻറ്റ്സിൻ്റെ കീഴിലുള്ള അതേ ഫങ്ഷൻസ് തന്നെയാണ് ഫുഡ് വെയറിൻ്റെ കീഴിലും വരുന്നത്. അപ്പോൾ ഒരേ സെയിം ഫങ്ഷൻസ് തന്നെയാണ് 2 ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്നത്. അപ്പോൾ അതിനുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും. ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് അവിടെ വരും. നെക്സ്റ്റ് പറയുന്നത്, ഈ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഇഗ്നോർ ചെയ്യും. അതായത് ഈ ഒരു
ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ഒരു ഡിവിഷണൽ ഹെഡ് ഉണ്ടാവും. ആ ഡിവിഷണൽ ഹെഡിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവിന് ഇഗ്നോർ ചെയ്യാനും അതിന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഇന്ന് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറായിരുന്നു നോക്കിയത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിന് മെയിനായിട്ട് അതിൻ്റെ 2 ടൈപ്പായ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷൻ സ്ട്രക്ചറും എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.